ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ. DGPയുടെ ശുപാർശ അജിത് കുമാർ വ്യാജമൊഴി നൽകിയെന്ന പരാതിയിൽ ADGP P വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മൊഴി. സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കാമെന്ന് ശുപാർശയിൽ. വയനാട്ടിൽ വിഷുദിനത്തിൽ നാടിനെ നടുക്കി കൊലപാതകം. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊല്ലപ്പെട്ടത് മാഞ്ചിറ സ്വദേശി നിഷ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 45-കാരൻ ബന്ധുവിന്റെ കുത്തേറ്റു മരിച്ചു. മരിച്ചത് ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബു. തൃശൂർ മാളയിൽ മദ്യപാനികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. തൃശൂർ മാളയിൽ മദ്യലഹരിയിൽ പോലീസുകാരൻ അമിത വേഗത്തിൽ ഓടിച്ച കാർ തല കീഴായി മറിഞ്ഞത് ഹൈവേ പോലീസ് ഡ്രൈവറായ അനൂപ് ഓടിച്ച കാർ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിഷുവിനെ വരവേറ്റു മലയാളം. കണിയൊരുക്കിയും വിഷു കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയും ആഘോഷം. കണി ദർശനത്തിനായി ശബരിമലയിലും ഗുരുവായൂരും അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. വിഷുദിനത്തിൽ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതി CPO ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി. ആശാവർക്കർമാരുടെ സമരം 64-ാം ദിവസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിഷുക്കണിയൊരുക്കി സമരക്കാർ. പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട വ്യാപാരി മെഹുൽ ചോക്സി അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് ബെൽജിയത്തിൽ നിന്ന്. ചോക്സിയെ ഇന്ത്യക്ക് കൈമാറും. വ്യാജരേഖ ചമച്ച് ചോക്സി തട്ടിയത് 13,000 കോടിയോളം രൂപ. ഗുജറാത്ത് തീരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 300 കിലോഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടി. 1800 കോടി വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയത് കോസ്റ്റ് ഗാർഡ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് അന്വേഷിക്കാൻ ഒരുങ്ങി NIA. ദുബായിൽ റാണ കണ്ടത് D കമ്പനിയുമായി ബന്ധമുള്ളയാളെയെന്ന് സംശയം. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 20-കാരൻ കൊല്ലപ്പെട്ടു. മരിച്ചത് അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ. ആക്രമണം തേനെടുത്തു മടങ്ങുമ്പോൾ. വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസ അന്തരിച്ചു. മാർക്സിന്റെ പിൻഗാമി എന്നറിയപ്പെട്ട എഴുത്തുകാരൻ. മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കുടുംബാംഗങ്ങൾ.